അതുപോലെ നമ്മുടെ തൊടുവാണ് കേട്ടോ. തൊടുവാണ്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. തൊടുവിൽ നിറയെ ചാമ്പയ്ക്കാണ് കേട്ടോ. അത് മരമാണ്, ചാമ്പ മരം. മാങ്ങ ഉണ്ട്, ഇതാ അത് മുകളിൽ നിൽക്കുക. അപ്പം നമുക്ക് തൊടുവിൽ ഇവിടെ ഒരാൾ കൂട്ടിലിട്ടത്, എല്ലാവരും കൂട്ടിലൊക്കെ കിടത്തി. ഇത് ചാമ്പയ്ക്ക കിടക്കുന്നുണ്ടോ? എത്ര വിരിച്ചതുപോലെ. ആർക്കും വേണ്ട ചാമ്പയ്ക്ക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോരാട്ടെ. അതല്ലേ നമ്മുടെ തൊടുവിലുള്ള ചാമ്പയാണ്. ഇഷ്ടം പോലുണ്ട്, പഴുത്ത് നിൽക്കുകയാണ്. ആരും തിന്നാനോ എടുക്കാനോ ഒന്നുമില്ല, ആരും പറിക്കത്തുമില്ല. നമുക്ക് വേണ്ട, പൊട്ടിക്കാൻ ഇഷ്ടം പോലുണ്ട് ചാമ്പയ്ക്ക. അപ്പം കോട്ടയ്ക്കൽ ആർക്കെങ്കിലും ചാമ്പയ്ക്ക വേണമെങ്കിൽ പോരു. മാങ്ങ ഉണ്ട്, ചാമ്പയ്ക്ക ഉണ്ട്, പിന്നെ ചക്കയുണ്ട്. കുഞ്ഞു ചക്കയാണ്, വലിയ ചക്കയൊന്നും ആയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പട്ടി ഒന്നതാണ്ട് ഇവിടെ കൂട്ടി കിടക്കുകണ്ട. ഒരു പട്ടി ഇവിടെ കിടപ്പുണ്ട്, ആൾക്കാരുടെ ശല്യം കൊണ്ട് കെട്ടിയിട്ടേക്കുക. അപ്പം നമ്മുടെ തൊടുവാണ് ഇവിടെ കേട്ടോ. ചെറിയ മാവാണ്. ഇതിൽ പിന്നെ 2 വർഷം മുമ്പ് കായ്ച്ചതാണ്, പിന്നെ അത് കായ്ച്ചിട്ടില്ല. നല്ല മധുരമുള്ള മാങ്ങയാണ് ഇതിൽ പിടിക്കുന്ന മാങ്ങ. നല്ല അടിപൊളി ചെറിയ ഈ പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ചക്കയുണ്ട്. നിങ്ങളെന്താ പറയുന്നറിയത്തില്ല, ഞങ്ങൾ ചീമപ്ലാവ് എന്ന് പറയുന്നുണ്ട്. അതാണ് ചീമപ്ലാവിൻ്റെ ചക്ക. കുറേ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് കുറേ പച്ചമുളക് വാരി ഇങ്ങോട്ട് കളഞ്ഞിരുന്നു. കുറേ മുന്നേ കളഞ്ഞത് കേട്ടോ. പക്ഷെ ഇന്നലെ 2 ദിവസത്തെ മഴയത്തതാ ഇവിടെ നിറച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുമോ? ഇവിടെ ഫുള്ള് നിറച്ച് പിടിച്ചിരിക്കുക. ഇതിനെ തിരിച്ച് നടണം. അവിടെ നല്ല ചക്കയാണ് നമ്മുടെ ഇത്. എന്താ കാണാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ തൊടു. അപ്പം ഇത് കടച്ചക്കയെന്ന് ഇവിടെ പറയും, മലപ്പുറത്ത് ഞങ്ങൾ ചീമച്ചക്കയെന്ന് പറയും. നിങ്ങളിനി വേറെ ഏതെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ പറങ്ങാണ്ടി ഉണ്ട്. പറങ്ങാണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ല. എല്ലാം താഴത്തെ വീട്ടിലാണ് വീഴുന്നത്. അവിടെ വീണ് അവരെടുത്തോണ്ട് പോകും. എല്ലാം അങ്ങോട്ടാണ് വീഴുന്നത്. എന്താ പറങ്ങാവ് കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം താഴ്ത്തൊന്നുമില്ല, നമുക്ക് കൈയ്യെടുത്തിടുന്നൊക്കെ ആ സൈഡിലോട്ടൊക്കെയാണ്, മുകളിലോട്ടുമാണ്. എന്താ പിടിച്ച് തൂങ്ങി കിടക്കുന്ന പറങ്ങാണ്ടി. പിച്ചണ്ടി നല്ലതാണ് പറിച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ. ഇവിടെയൊക്കെ വീണാൽ കിട്ടും, പക്ഷേ അങ്ങ് താഴോട്ടൊക്കെ വീണാൽ കിട്ടത്തില്ല. അവർ ഇറക്കിയെടുക്കും. അവ എല്ലാവരും വീടാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അവിടെ പോയി എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. അവരൊരു കൊട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പറക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ തൊടു നിങ്ങൾ കണ്ടില്ലേ. വാടക വീടാണെങ്കിലും ഇതിലുള്ള എല്ലാം ഞങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ചക്കയുണ്ട്, ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. കുനുകുനാ നിൽക്കുന്നു അടുത്തടുത്ത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു നമ്മുടെ തൊടുവൊക്കെ ഞാൻ കാണിക്കാമെന്ന്. എന്താ ഒച്ചത്തിൽ സംസാരിക്കാൻ വയ്യ, തൊണ്ടവേദനയാണ്. എന്താ ചക്ക അടിക്കടിക്ക് കിടപ്പുണ്ട്. മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ട് ചെറിയ ചക്ക, ഇടിച്ചക്കൊക്കെ പറ്റിയതാണ്. വേണമെന്നവർ പോരി, കൊട്ടയ്ക്കൽ വന്നാൽ മതി. പിന്നെ മുരിങ്ങയിലുണ്ട്, പിന്നെ ചീരയുണ്ട് അടുത്ത പറമ്പിൽ. പിന്നെ നമുക്ക് കറിവേപ്പില, കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയ മാവിൽ മാങ്ങ ശരിക്കുണ്ട്, കായ്ച്ചിപ്പോൾ അത്യാവശ്യം വലുതായി. പിന്നെ ഞാൻ ചെറുതൊക്കെ പൊട്ടിച്ച് കറിക്കകത്തിടും കേട്ടോ. ഇതാ കാണാൻ പറ്റുമോ? ഇതുണ്ടോ? ഇന്നലെ 2 എണ്ണം പൊട്ടിച്ച് ഞാൻ ചുമ്മാ ഉപ്പും കൂട്ടി തിന്നും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് പറിക്കാന്നേ ഉള്ളൂ, താന്നിക്കണം. എന്താ ഇതൊക്കെ താന്നിരിക്കാം. മാങ്ങയാണ് ഇഷ്ടംപോലെ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ തൊടുവിൽ. അപ്പം കോട്ടയ്ക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മാങ്ങ ഇഷ്ടംപോലെ പൊട്ടിച്ചുകൊണ്ട് പോകാം കേട്ടോ. അപ്പം ചാമ്പയ്ക്കുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ ഇത് ആത്തയാണ്, ആത്ത. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസണായി വരുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ പിടിക്കും, നിറച്ച് കായ്ക്കും. ചെറിയ ഇതെങ്ങുഞ്ഞൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വേറെ കുറേ സാധനങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പട്ടിക്കുട്ടാ ഹായ്. ഉണ്ടാ എല്ലാവരും കൂട്ടിലാക്കി, നാട്ടുകാർക്കുള്ള ശല്യം ചേട്ടാ. ഇത് പേര കേട്ടോ, പേര ഉള്ളോട്ടുണ്ട്. നല്ല അടിപൊളി മധുരമുള്ള പേരയ്ക്കാണ്. ഇഷ്ടം പോലെ പിടിക്കും.
കണ്ടമാനം പിടിക്കേണ്ട മാങ്ങയൊക്കെ പൊഴിഞ്ഞാടി കിടക്കുന്നുണ്ട്. തിന്നാനൊന്നും ഇവിടെ ആളുമില്ല, പറിക്കാനും ആർക്കും വേണ്ടാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സൈസ് നല്ലൊരു സൈസ് കൊലയാണിത്, വാഴക്കൊല. വാങ്ങി വിളിക്കുന്നു. എന്നാൽ ശരി, ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അടുത്ത വീഡിയോയ്ക്കായിട്ട് ഞാൻ അപ്പുറത്തെ തൊടു കാണിക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ അപ്പുറത്തെ തൊടു കുറേ അവിടെ കാണാനുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.